ഗായ്സ്, ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല മാങ്ങയൊക്കെ ഇട്ട് നമുക്കൊരു കരിമീൻ കറി വെച്ചാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കരിമീൻ എടുത്ത് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് തണുപ്പൊക്കെ മാറിയിട്ട് നല്ലപോലെ കട്ട് ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഫ്രൈ ചെയ്യാനുള്ള പീസ് മാത്രം എടുത്ത് നല്ലപോലെ വരഞ്ഞിട്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻ കറിക്ക് വേണ്ടതും നല്ലപോലെ കട്ട് ചെയ്ത് അതും നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കരിമീൻ കറിക്ക് എടുക്കുന്നത്. അപ്പം നമുക്ക് കരിമീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നല്ല എരിവുള്ള പച്ചമുളക് 2 എണ്ണമാണ് ഇട്ടേക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരു പുളിയുള്ള മാങ്ങയെ വിട്ട് അതിനകത്തോട്ട് നല്ല കാശ്മീരി ചില്ലി പൗഡർ 3 സ്പൂണും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വിട്ട് ഉപ്പ് ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചേക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മളതൊന്ന് തിളയ്ക്കാൻ വെക്കണം. ആ സമയം കൊണ്ടിട്ട് നമുക്ക് കരിമീൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പേസ്റ്റ് തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ച വെളിച്ചെണ്ണയും ഉപ്പും ഇട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ആ പേസ്റ്റ് നല്ലപോലെ കരിമീനകത്തോട്ട് തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കരിവേപ്പില ഇട്ടായിരുന്നു കേട്ടോ. നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നല്ല രീതിക്ക് നമുക്കത് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കരിമീനൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതും 20 മിനിറ്റ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ കരിമീൻ ഫ്രൈ നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്ക നമ്മളത് തോരൻ പോലെ വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ ഇട്ട് നല്ലപോലെ ഒരു തോരൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോറെടുത്തു. നല്ല ചൂട് ചോറും പിന്നെ നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ഇട്ട് വെച്ച് നല്ല കരിമീൻ കറിയും അതിൻ്റെ ചാറൊക്കെ നല്ല പോലെ ഒഴിച്ച് അതിനകത്തോട്ട് നമ്മൾ കരിമീൻ ഫ്രൈ വെച്ച് നമ്മൾ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു.